പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് കയറാൻ നോക്കുകയാണ് പ്രതിഷേധക്കാർ. കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സമരക്കാർ. ആ രീതിയിൽ പ്രതിഷേധം അങ്ങനെ കരക്കുകയാണ്. സലിം മാലിക് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലിം, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുന്നു പ്രവർത്തകർ. പ്രധാനമായും VC-ക്കെതിരായ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് അവർ വിളിക്കുന്നത്. ജനാധിപത്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കാവ്യവൽക്കരണം സർവകലാശാലകളിൽ നടത്താൻ VC-യുടെ ഒരു ശ്രമം നടക്കുന്നു. ഈ രീതിയിൽ VC-ക്കെതിരായി VC-യെ കാണുവാനില്ല എന്ന പ്ലക്കാർഡുകളും കാണുന്നുണ്ട്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജലപീരങ്കി പ്രയോഗം അത് 4 തവണ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല പ്രവർത്തകർ. പക്ഷേ ഇപ്പോൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരെ കാണുന്നുണ്ട്. പോലീസും പ്രവർത്തകരുമായുള്ള ഒരു സംഘർഷം, അതിനൊരു അയവ് വന്നിട്ടുണ്ട് എന്ന് കരുതാൻ കഴിയും. സലിം മാലിക് കൂടി അവിടെ നിന്ന് ജലപീരങ്കി പ്രയോഗിച്ച് 5 തവണയും പ്രവർത്തകർ പോലും തയ്യാറായി. കാര്യം മാത്രമല്ല, സലിം മാലിക്കും ഷഫീദ് റാവുത്തറുമാണ് ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഘർഷത്തിനൊരു അയവ് വന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെല്ലാവരും തന്നെ ജലപീരങ്കി പ്രയോഗത്തെ തുടർന്ന് മുഴുവനും വെള്ളത്തിൽ കുതിർന്ന് എങ്കിൽ പോലും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കുന്നത്. അവരവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇത്തരത്തിൽ സമര പരിപാടികളിലേക്ക് അവർ കടന്നിരിക്കുന്നത്. ഇടയ്ക്ക് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് അവിടെ ബാരിക്കേഡുകൾ തകർത്ത് ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവർത്തകർ പ്രവേശിച്ചതും നമ്മൾ കണ്ടു. സലിം മാലിക് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലിം, വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു. പക്ഷേ ഒട്ടൊരു അയവ് വന്നോ? മുദ്രാവാക്യം വിളി മാത്രമാണോ ഇപ്പോൾ നടക്കുന്നത്? കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് സംഘർഷാവസ്ഥയിൽ നിന്നൊരു അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകരുടെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അതിന് ഒപ്പം തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറിയുന്ന ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ SFIയിലെ ചില പ്രവർത്തകർ ഈ സർവകലാശാല ആസ്ഥാനത്തിന് അകത്തേക്ക് കടന്നിട്ടുണ്ട്. അവർ അവരുടെ പതാകകളുമായി അകത്തേക്ക് കടന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. SFI പ്രവർത്തകർ കഴിഞ്ഞ ദിവസം അവിടെ ഈ സർവകലാശാല ആസ്ഥാനത്തിനകത്തും വലിയ പോലീസ് കാവലുണ്ട്. അതിനിടയിലാണ് പ്രവർത്തകർ ആ പോലീസ് കാവൽ വെട്ടിച്ച പ്രവർത്തനത്തിന് അകത്തേക്ക് കടന്നത്. കഴിഞ്ഞ 14 ദിവസം ഈ സർവകലാശാല ആസ്ഥാനത്തിൽ പന്തൽ കെട്ടിയായിരുന്നു പ്രവർത്തകർ സമരം നടത്തിയിരുന്നത്. അതിനുശേഷമാണ് മോഹനൻ കുന്നുമ്മൽ VC പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട പന്തൽ പൊളിച്ചു നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ ആ പന്തൽ പൊളിച്ചു SFI പ്രവർത്തകരുടെ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്നലെ വലിയ സംഘർഷം ഈ സർവകലാശാല ആസ്ഥാനത്തുണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ വലിയ സമരവുമായി മുന്നോട്ടെത്തിയത്. വലിയ സമരവീര്യം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 5 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആ പ്രവർത്തകർ പിന്നോട്ട് പോകാൻ പോലും തയ്യാറായിട്ടില്ല. പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഈ സമരവുമായി ആ സമരവീര്യത്തോടു കൂടി തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള പോലീസ് ശ്രമമാണ് വീണ്ടും ഈ വലിയ നിലയിലുള്ള തർക്കത്തിലേക്ക് കടന്നത്. ഇപ്പോൾ ഈ ബാരിക്കേഡ് വഴി പ്രവർത്തകർ പോലീസിനടുത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. അതായത് സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ കടക്കുന്നു. പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നിമിഷം വന്ന ഒരു സമാധാന അന്തരീക്ഷം വീണ്ടും മാറുന്ന സാഹചര്യമുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്ന പ്രവർത്തകരെ പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ആസ്ഥാനത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. അവരും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്നു. കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർ ഇപ്പോൾ എഴുന്നേൽക്കുകയാണ്. വീണ്ടും ഒരു വലിയ സമരത്തിലേക്ക്, വീണ്ടും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക്, ഒരു സംഘർഷ സാധ്യതയിലേക്ക് കടക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ നിലയിൽ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. ആ സമരവീര്യം വീണ്ടും കടുപ്പിക്കുകയാണ്. വലിയ നിലയിൽ പോലീസിനെതിരെ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. ഇന്ന് മോഹനൻ കുന്നുമ്മൽ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരായ ബാനറുമായാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. RSSകാരനാണ് ഗവർണർ VC എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ഒരു ചിത്രവും പതിപ്പിച്ച് അതിനുശേഷം കേരള VCയെ കാണാനില്ല എന്നുള്ള ബാനറാണ് സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ പ്രവർത്തകർ കെട്ടിയത്. അതിന് പിന്നാലെയാണ് പോലീസിന് നേരെ പ്രവർത്തകർ മുദ്രാവാക്യവുമായി തിരിഞ്ഞത്. അതിന് പിന്നാലെ 5 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നാലെ ഈ ജലപീരങ്കി വാഹനത്തിന് നേരെ പോലീസ്
പ്രവർത്തകർ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രവർത്തകർ ആ വാഹനത്തിലേക്ക് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ പോലീസ് ജലപീരങ്കി, അതിനുശേഷം പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടുമില്ല. നിലവിൽ ഈ സർവകലാശാല ആസ്ഥാനത്തിന് അകത്ത് കുറച്ച് SFI പ്രവർത്തകർ കടന്നിട്ടുണ്ട്. അവരെ തടഞ്ഞു നിർത്താനുള്ള പോലീസ് ശ്രമം വീണ്ടും ഒരു തർക്കത്തിലേക്ക്, ഒരു വഴക്കിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പ്രവർത്തകർ ഉൾപ്പെടെ വീണ്ടും വലിയ പ്രകോപനവുമായി എഴുന്നേറ്റതാണ്. വീണ്ടും നേതാക്കന്മാർ തന്നെ ഇടപെട്ട് പ്രവർത്തകരെ റോഡിൽ തന്നെ ഇരുത്തുകയാണ്. ഈ SFI നേതാക്കൾ ഈ ഒരു സമാധാനാന്തരീക്ഷത്തിലേക്ക് സമരം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രവർത്തകരോട് എഴുന്നേൽക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അവിടേക്ക് ഇരുത്തി സംയമനം പാലിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സമരവീര്യത്തിന് കുറവില്ല. ഒരു കുട്ടികൾ പോലും പിന്തിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അതിന് പിന്നാലെ പോലീസിന്റെ പ്രകോപനം ഉണ്ടായിട്ടും പ്രവർത്തകർ വലിയ നിലയിലുള്ള സമരവീര്യം കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തകരുടെ SFIക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം സർവകലാശാല യൂണിയൻ കൗൺസിലിനെ അധികാരമേൽക്കാൻ, സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ആ യൂണിയൻ കൗൺസിലിനെ അധികാരമേൽക്കാൻ VC അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സമരാവശ്യം. അങ്ങനെ 14 ദിവസമാണ് പന്തൽ കെട്ടി സർവകലാശാല ആസ്ഥാനത്തിനുള്ളിൽ ഇന്ന് സമരം നടത്തിയത്. ഇന്നലെ ആ സമരം കുറച്ചുകൂടി SFI കടുപ്പിച്ചിരുന്നു. SFI പ്രധാന വാതിലിന് കുറുകെ ഒരു ബാനർ കെട്ടി. ആ ബാനർ കെട്ടിയതിന് പിന്നാലെ അവിടേക്ക് മറ്റുള്ളവർക്ക് ആർക്കും കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതോടുകൂടി പിന്നീട് രണ്ടാമത്തെ നിലയിൽ കൂടി ബാനർ കെട്ടാൻ പ്രവർത്തകർ തീരുമാനിച്ചു. അതിന് പിന്നാലെയാണ് മോഹനൻ കുന്നുമേൽ VC പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ പോലീസ് എത്തുകയും വലിയ നിലയിലുള്ള സംഘർഷം ഇന്നലെ കണ്ടതാണ്. ഇന്നലെ ഏറെക്കുറെ ഇതേ സമയത്ത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഈ ഭാഗത്തുണ്ടായതാണ്. അങ്ങനെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. പോലീസ് വാഹനത്തിന് മുകളിൽ, പോലീസ് ബസ്സിന് മുകളിൽ കയറി നിന്ന പ്രവർത്തകരെ ആ നിലയിൽ തന്നെ ബസ് ഓടിച്ച് നഗരത്തിലൂടെ കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്നലെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് വലിയ നിലയിലുള്ള പ്രതിഷേധം SFI നടത്തിയത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് ഇപ്പോഴും തുടരുന്നത്. ഈ മാർച്ച് കേരള സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ആരംഭിച്ച മാർച്ചാണ്. അവിടെ നിന്നും വന്നയുടൻ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനാണ് ശ്രമിച്ചത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചു. അതിന് പിന്നാലെ പ്രവർത്തകർ കേരള VCയെ കാണാനില്ല എന്ന ബാനർ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഉയർത്തി. അതിന് പിന്നാലെ പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കമുണ്ടായതിന് പിന്നാലെ 4 തവണ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജലപീരങ്കി പ്രയോഗം പിന്നീടുണ്ടായി. അങ്ങനെ ആകെ 5 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 നിലയിലാണ്. അതായത് ഒരു വലിയ സംഘം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്നു. ചില പ്രവർത്തകർ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട്. ആസ്ഥാനത്തിനുള്ളിലേക്ക് കടന്ന് ആസ്ഥാനത്തിനുള്ളിലും SFI പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നു. അങ്ങനെ 3 നിലയിലുള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകർക്ക് നേരെ ആദ്യഘട്ടത്തിൽ വലിയ നിലയിലുള്ള പ്രകോപനം ഉണ്ടാക്കി പോലീസും ഇപ്പോൾ സംയമനം പാലിക്കുകയാണ്. ഇപ്പോൾ മുദ്രാവാക്യം വിളികളാണ് ഇവിടെ ഉയരുന്നത്. വലിയ നിലയിലുള്ള മുദ്രാവാക്യം വിളികൾ പ്രവർത്തകർ, അത് പ്രധാനമായും VCക്കെതിരെയാണ് പ്രധാനപ്പെട്ട ഇവരുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. VCക്കെതിരെ വലിയ നിലയിലുള്ള മുദ്രാവാക്യം സംഘി VC ആണ് മോഹനൻ കുന്നുമേൽ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരുടെ മുദ്രാവാക്യങ്ങൾ. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി തന്നെ ഈ സമരം തുടരുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലയളവിൽ ഗവർണർക്കെതിരെ കൂടിയുള്ള അതായിരുന്നു SFIയുടെ പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ പുതിയ ഗവർണർ വന്നതിന് ശേഷം ഗവർണറെ ശത്രുപക്ഷത്ത് നിർത്താതെ VCയെ മാത്രം, മോഹനൻ കുന്നുമേലിനെ മാത്രം ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്.